മലയാളികൾ ഒന്നടങ്കം ഒരുപാട് നാളായി കാണാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം കണ്ടിട്ട് വന്നാ ഞാൻ. മോഹൻലാൽ, ദി കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ തുടരുകയാണ്. വേറൊന്നുമല്ല, തുടരും എന്ന മൂവി കണ്ട് വന്നതാണ്. എങ്ങും പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട് മക്കളെ, നീ പോ മോനെ ദിനേശ, പറയുന്നവരവിടെ ഇരുന്ന് പറയും ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന്. മോഹൻലാൽ എന്ന നടൻ നമ്മളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടി എടുത്തു വെച്ച തരുൺമൂർത്തി പുള്ളിക്ക് വേണ്ടി കറക്റ്റായിട്ട് ക്രാഫ്റ്റ് ചെയ്തെടുത്ത ഒരു മാസ്റ്റർ പീസ് ഐറ്റം, ദാറ്റ് ഇസ് വാട്ട് ഇസ് തുടരും. കാരണം നമ്മളെല്ലാവരും കാണാൻ വളരെയധികം ആഗ്രഹിച്ച, നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിച്ച, നെഞ്ച് വിരിച്ച് ലാലേട്ടൻ, മുണ്ട് മടക്കി ലാലേട്ടൻ, ആ ഒരു നമുക്ക് കിട്ടുന്ന ഇമോഷൻസ് ഉണ്ടല്ലോ, ഓരോ മലയാളിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഗോപി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പവറില്ലേ, ഓരോ മൂവിയും കഴിഞ്ഞിറങ്ങി നമുക്ക് ആർപ്പ് വിളിക്കാൻ കിട്ടുന്ന ഒരു പവറില്ലേ, ആ ആക്ടിങ്ങിൻ്റെ ഓരോ ക്രാഫ്റ്റിൻ്റെ ഓരോ സ്കിൽസ്, ഡയറക്ഷൻ, മ്യൂസിക്, ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട്സ് ഓഫ് ദിസ് ഫിലിം വളരെയധികം നമുക്ക് നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ അധികം ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും പറയാൻ പോകുന്നില്ല, ഹൈപ്പ് തരാതെ വന്നുകൊണ്ട് തന്നെ. ഈ മൂവിക്ക് എന്താ പറയുക, ഇപ്പം മലയാളികൾ എന്തായാലും ഒരു പ്രതീക്ഷ വെക്കും. കാരണം തരുൺമൂർത്തി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഹാൻഡ് ഫുൾ ഓഫ് മൂവീസ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് തന്ന കുറച്ച് മൂവീസ് ഉള്ളെങ്കിലും ആ കുറച്ച് മൂവീസ് വളരെയധികം നമുക്ക് നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്നവയാണ്. പലരെയും ചിന്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്സും വളരെ ഹാർട്ട് വാമിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള മൂവീസ് ആയിരുന്നു. ആൻഡ് ഈ മൂവിയും മോഹൻലാൽ അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് നമ്മൾ അഹങ്കാരത്തോടെ പറയുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ വളരെ നല്ല മൂവീസിൻ്റെ പട്ടികയിലേക്ക് ചേർത്ത് വെക്കപ്പെടുമെന്ന് ഒരു സംശയവുമില്ല. നിസ്സംശയം ഞാനത് പറയും. എല്ലാ മലയാളികളും അത് അങ്ങനെ തന്നെ ആക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസവും ഉണ്ട്. ആൻഡ് അധികം പറഞ്ഞ് ലാഗടിപ്പിക്കുന്നൊന്നുമില്ല, മൂവി എന്തായാലും കണ്ടിരിക്കണം ഇൻ തിയേറ്റേഴ്സ് ഇറ്റ് സെൽഫ്. കാരണം ലൂസിഫർ അല്ലെങ്കിൽ എംപുരാൻ എന്നൊക്കെ നമ്മൾ ആ ഒരു യൂണിവേഴ്സിനെ ചുറ്റിപ്പറ്റി നമ്മൾ നിന്ന സമയത്ത് എംപുരാനിൽ നമ്മൾ കണ്ട ഹൈപ്പ്, നമ്മൾ പലരും ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ നല്ലതും ചീത്തയുമായി പലയിടത്തുനിന്നും പറഞ്ഞും ഒക്കെ നമ്മൾ കേട്ടു. പക്ഷേ ഒരു ഹൈപ്പുമില്ലാതെ എംപുരാന് ശേഷം, എംപുരാൻ ഇപ്പോൾ OTT-യിൽ വന്നു, നമ്മളെല്ലാവരും പലരും കണ്ടു, കട്ട് ചെയ്ത വേർഷൻസൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ തുടരും എന്ന മൂവി ഒരു ഹൈപ്പും കൂടാതെ വന്നിട്ടും ഇറ്റ് ഈസ് ജസ്റ്റ് മൈൻഡ് ബോഗ്ലിംഗ്ലി സെൻസേഷണൽ എന്ന് പറയേണ്ട രീതിയിൽ ഉള്ളൊരു മൂവിയാണ്. ഉറപ്പായിട്ടും കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മൾ എവിടെയോ കളഞ്ഞു പോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചതൊന്നും എങ്ങും പോയിട്ടില്ല, എല്ലാം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വളരെ നല്ല ആക്ടിങ് മൊമെൻറ്റ്സ്, ഈച്ച് ആൻഡ് എവറി ആക്ടേഴ്സ് ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്, ഒന്നും പറയാനില്ല. തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണുക, സന്തോഷിക്കുക. താങ്ക് യു.